2017 ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്. അതിനുശേഷം ഇസ്രായേലുമായി ഉണ്ടാക്കിയിട്ടുള്ള എണ്ണമറ്റ കരാറുകൾ, പ്രത്യേകിച്ച് വലിയ തുകയ്ക്കുള്ള ആയുധ വിൽപ്പന കരാറുകൾ, ആയുധ കച്ചവടത്തിൻ്റെ ഭാഗമായുള്ള സഹകരണത്തിൻ്റെ പല മേഖലകൾ, അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട ചില കച്ചവട കരാറുകളൊക്കെ എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി ലഭിച്ചതാണ് എന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട്. ഇസ്രായേലും ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധത്തിലേക്ക് നരേന്ദ്രമോദിയെ എത്തിക്കുന്നതിൽ എപ്സ്റ്റീൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും എപ്സ്റ്റീൻ മൊസാദിൻ്റെ ഏജൻ്റായിരുന്നു എന്നുമുള്ള പഠനങ്ങൾ ധാരാളമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി ഇന്ത്യയുടെ ചേരിചേരാ നയത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനെ ഏറ്റവും അടുപ്പമുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നതിൽ എപ്സ്റ്റീൻ്റെ ഇടപെടൽ മോദിയിൽ സ്വാധീനം ചെലുത്തിയെന്ന് കരുതാൻ ന്യായങ്ങളേറെയുണ്ട്. അതിനേക്കാൾ പ്രധാനം നരേന്ദ്രമോദി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി, ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പറഞ്ഞിരുന്ന ഡൊണാൾഡ് ട്രംപാണ് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നത് എന്ന കാര്യമാണ്.